കർത്താവിന് നന്ദി പറയുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ 1500 ദിവസങ്ങൾ ഇടതടവില്ലാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് ഈ വചന ശുശ്രൂഷ ചെയ്യാൻ പറ്റിയതിനെ പ്രതി നമുക്ക് നിങ്ങളിന്ന് കുർബാനയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമെന്ന് അറിയാം. എന്നാൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ നന്ദി പറയുന്നത് പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് അല്പനേരം നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങളേവരെയും അതിനായി ക്ഷണിക്കുന്നു. ഈശോ തന്നെ നമ്മളെന്ന് ബ്ലെസ് ചെയ്യുന്നതായിരിക്കും. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:51, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. വിശുദ്ധ കുർബാന സത്യമായും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യമാണ്. ഈശോയെ, ഇന്ന് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ കഴിഞ്ഞ 1500 ദിനങ്ങൾ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ഈ വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ ഈശോയെ നീ അയോഗ്യദാസരെ അനുവദിച്ചു. ഇത് കേട്ട് പ്രാർത്ഥിക്കാൻ ആയിരങ്ങൾക്കങ്ങ് അവസരം നൽകി. ഈശോയെ നന്ദി പറയുന്നു. ഇന്നുവരെ ശുശ്രൂഷയിൽ പങ്കെടുത്ത സകല മക്കളെയും, അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും, തഴക്കദോഷങ്ങളെയും, സ്വകാര്യ ദുഃഖങ്ങളെയും കർത്താവേ, ഈ സെന്റ് മേരീസ് ആലയത്തിൻ്റെ പരിശുദ്ധ അൾത്താരയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ കണ്ണുനീരും സങ്കടങ്ങൾക്കും അങ്ങ് ഉത്തരം നൽകണമേ. ഞങ്ങൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നലുണ്ടാകുമ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ അഭയം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്.